എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നോ വൺ റിട്ടയേഴ്സ്, ദേ ജസ്റ്റ് ചേഞ്ച് ദിയർ റൂൾസ്. അതായത് ലോകത്ത് ശരിക്കും പറഞ്ഞാൽ ആരും വിരമിക്കുന്നില്ല. റിട്ടയർമെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ തെറ്റാണെന്നാണ് പറയുന്നത്. റിട്ടയർമെന്റിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ലായിരുന്നു. അതായത് 58 വയസ്സോ 60 വയസ്സ് കഴിയുമ്പോഴത്തേക്കും റിട്ടയർ ആവുക എന്നുള്ളത് ശരിക്കും ലോകത്ത് തന്നെ വന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് തന്നെ ഉണ്ടായത് ഇൻഡസ്ട്രിയൽ ഏജിലാണ്. അതായത് ഫാക്ടറികൾ വന്നപ്പോൾ ഫാക്ടറിയിൽ ജോലി ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ശാരീരികമായിട്ടുള്ള അധ്വാനം ആവശ്യമുള്ള ഒരു കാര്യമായിരുന്നു അന്നത്തെ ജോലികൾ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു 55 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് ആ ശാരീരികമായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ പിന്നെ അവർക്ക് ആ ഒരു സ്ഥാനത്ത് ജോലി ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്നുമാണ് റിട്ടയർമെന്റ് എന്നുള്ള ഒരു കാര്യം ഉണ്ടായത്. പക്ഷെ ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ ശാരീരികമായിട്ട് മാത്രമല്ല, മനസ്സുകൊണ്ടും നമുക്ക് ശരിക്കും പറഞ്ഞാൽ അധ്വാനിക്കാം. എന്ന് വെച്ചാൽ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഏർപ്പെട്ടിരിക്കാം എന്നുള്ളതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ ആ അതേ സർവീസിൽ തന്നെ തുടരണം എന്നല്ല, അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചിന്തിച്ച് നമുക്ക് എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാം. കാരണം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും. റിട്ടയർമെന്റ് കഴിഞ്ഞതിന് ശേഷമാണ്, എന്ന് വെച്ചാൽ 55, 58, 60 ഒക്കെ വയസ്സിന് ശേഷമാണ് പല ആളുകൾക്കും ശരിക്കും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടി വരുന്നത്. അത് വയസ്സായി അല്ലെങ്കിൽ പ്രായമായത് കൊണ്ട് മാത്രമല്ല, നമ്മൾ ജോലിയിൽ ഇരുന്ന സമയത്ത് നമ്മൾ ഇതൊന്നും ശരിക്കും ശ്രദ്ധിക്കാതെ അല്ല, ശരിക്കും അതിന് വേണ്ട അത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മൾ പല പല പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഇപ്പം ഒരു 60 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലൊരു സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, വളരെ സീനിയർ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ശാരീരികമായിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളെ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ തൽക്കാലം അത് മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റും. കാരണം അതിനേക്കാളും വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനുണ്ട്, ചെയ്തു തീർക്കാനുണ്ട് ജോലികൾ. അപ്പോൾ ആ ഒരു രീതിയിൽ ചിന്തിച്ച് നമ്മൾ പോകാറുണ്ട്. പക്ഷേ റിട്ടയർമെന്റ് കഴിയുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, മൊത്തം ശൂന്യമാണ്, ഒന്നുമേയില്ല. ഇനി നാളെ മുതൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ആ വിഷമം, ആ ഒരു ചിന്ത തന്നെയാണ് ശാരീരികമായിട്ട് നമ്മളെ ബാധിക്കുന്നത്. ഇതിന് നല്ലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ബിസിനസ് ചെയ്യുന്ന ആളുകൾ, അവർക്ക് 70 വയസ്സായാലും 75 ആയാലും 80 ആയാലും ശരിക്കും പറഞ്ഞാൽ വളരെ ചെറുപ്പമായിട്ട്, ശാരീരികമായിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ പ്രായം തോന്നിയേക്കാം, പക്ഷേ മാനസികമായിട്ട് വളരെ ചെറുപ്പമായിരിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഒരുപക്ഷെ അവർക്ക് താല്പര്യം ഉണ്ടാകും, പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാകും. അല്ലെങ്കിൽ മറ്റൊരു നല്ലൊരു ഉദാഹരണം, ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, രാഷ്ട്രീയക്കാരെ തന്നെ നോക്കുക. നമ്മുടെ നാട്ടിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു മിക്ക രാഷ്ട്രീയക്കാരും 60-ന് ശേഷമാണ് ഒരു നല്ലൊരു പൊസിഷനിൽ എത്തുന്നത്. എന്നാൽ ശരിക്കും പറഞ്ഞാൽ 80, 85, 90 വയസ്സൊക്കെ വരെ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന രാഷ്ട്രീയക്കാരാണ് കൂടുതലും. അവർക്ക് ശരിക്കും പറഞ്ഞാൽ വിശ്രമമില്ല. എന്തുകൊണ്ടാണ്? കാരണം എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു. പക്ഷേ പല രാഷ്ട്രീയക്കാരും അത് എന്താ പറയുന്നത്, വേണ്ടാത്ത രീതിയിലുള്ള ചിന്തകളായിരിക്കും അവർ ചെയ്യുന്നത്. എന്ത് തന്നെയാണെങ്കിലും അവരെപ്പോഴും എൻഗേജ്ഡ് ആണ്. അപ്പം നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് 60 വയസ്സായാലും 70 വയസ്സായാലും എത്ര പ്രായമായാലും തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ശരീരം ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്ന അനുസരിച്ച് വഴങ്ങിയില്ലെങ്കിൽ പോലും മനസ്സിനെ തീർച്ചയായിട്ടും നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. പല കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, പല ആളുകളെ കാണാൻ പറ്റും, സംസാരിക്കാൻ പറ്റും, കേൾക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ടുണ്ടായാലും അതിനെ തരണം ചെയ്ത് മറ്റൊരു രീതിയിൽ എങ്ങനെയെങ്കിലും നമുക്ക് എൻഗേജ്ഡ് ആയിട്ടിരിക്കാം, അതിന് പരമാവധി ശ്രമിക്കാം. നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ ജീവിക്കുന്നിടത്തോളം കാലം ആരോഗ്യത്തോടു കൂടി തന്നെ നമുക്ക് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.